നമ്മളെല്ലാവരും ഇപ്പോൾ റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ ഒരു സിനിമയ്ക്ക് രണ്ടായിട്ട് റിവ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സിനിമയ്ക്ക് പോവില്ലേ? എന്തായാലും എന്നെ സംബന്ധിച്ച് ഞാനൊന്ന് സംശയിക്കും. കാരണം OTT വരുന്നുണ്ടല്ലോ, അപ്പോൾ കണ്ടാൽ ഒരേ എന്നുള്ളൊരു സംഭവമായി കാരണം. പക്ഷേ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ സിനിമ OTTയിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു നഷ്ടമായിട്ട് തോന്നും. കാരണം ഒരു സിനിമേനെ ഇഷ്ടപ്പെടാൻ പല കാരണങ്ങളുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഒരു സിനിമേൻ്റെ സിനിമാറ്റോഗ്രഫി, അതുപോലെ എന്താ പറയലേ എഡിറ്റിങ്, പിന്നെ അതുപോലെ അതിൻ്റെ BGM, അപ്പോൾ അതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇപ്പം ഞാൻ സിനിമ കയറല്. ഇപ്പോൾ അതുപോലെ നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് സിനിമയെ തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നത്. ഇപ്പോൾ മാർക്കോ ഉണ്ണിമുകുന്ദൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സിനിമ വന്നതോടുകൂടി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണോ എന്താണോ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്നുള്ള കാര്യം ഒരു സംശയമാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയാം. കാരണം എന്താ വെച്ചാൽ ഈ സിനിമ തിയേറ്ററിൽ സിനിമ കണ്ട് ആസ്വദിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റിവ്യൂ. അപ്പോൾ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രവി ബാസുരി, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേൾക്കാതിരിക്കില്ല. കാരണം KGF മ്യൂസിക് ചെയ്തിട്ടുള്ള ആളാണ് ഈ രവി ബാസുരി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ അനീഫ് അദേനി പറയുമ്പോൾ ഒരുപാട് സിനിമകൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമ ഞാൻ പറയാം, മിഖായേലിന് 2 കഥാപാത്രങ്ങൾ എടുത്തിട്ടാണ് ഈ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജോർജ് അതേപോലെ മാർക്കോ, ഈ 2 മെയിൻ കഥാപാത്രങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇതിൽ പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഈ സിനിമേൻ്റെ അണിയറ പ്രവർത്തകർ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുള്ള് വയലൻസാണ്. അപ്പോൾ ഇന്ത്യൻ സിനിമേൻ്റെ കാര്യം ഞാൻ അവിടെ നിൽക്കട്ടെ. കാരണം കില്ല് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഇവിടെ വന്നതുകൊണ്ട് അതിനായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ആൾക്കാർ സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ കില്ലുമായി താരതമ്യം ചെയ്തിട്ട് സിനിമയ്ക്ക് പോകാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് കേരളത്തിൽ ഇറങ്ങിയ മലയാള സിനിമയിൽ ഇത്രയും നല്ലൊരു മേക്കിങ്ങോട് കൂടി നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു സിനിമയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. പിന്നെ ഈ സിനിമ ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അണിയർ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് ഫുള്ള് വയലൻസ് ആണെന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സിനിമ പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു അഭിപ്രായം, ഇതൊന്നും സിനിമയെ ബാധിക്കില്ല. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് സിനിമ എടുത്തിട്ടുള്ളത്. ഇൻ്റർവെല് വരെ വന്നപ്പോൾ എനിക്കൊരു സംശയം, ഇത്ര വയലൻസേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ആകാംക്ഷ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇൻ്റർവെല് കഴിഞ്ഞതിന് ശേഷം 1.5 മണിക്കൂർ, മൊത്തം 2.5 മണിക്കൂറാണ് സിനിമ, 1.5 മണിക്കൂറാണ് ഇൻ്റർവെല് വരെ. ഈ 1.5 മണിക്കൂർ നമ്മളൊന്നും അറിയണില്ല, ഇത്ര പെട്ടെന്ന് ഇൻ്റർവെല് ആയോ എന്ന് ചോദിക്കും. പക്ഷേ സമയം നോക്കുമ്പോഴാണ് 1.5 മണിക്കൂർ കഴിഞ്ഞെന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള 1 മണിക്കൂർ, ആ 1 മണിക്കൂർ ഒരു രക്ഷയില്ല. നമ്മൾ എന്താ പറയുക, സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കൂല. കുറേയൊക്കെ വയലൻസ് കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ചില ആളുകൾ വിളിച്ച് പറയുന്നുണ്ട് മതി വയലൻസ് എന്ന്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ചില രംഗങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ പറഞ്ഞല്ലോ 18 വയസ്സ് താഴെയുള്ള കുട്ടികളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. 18 വയസ്സെന്നല്ല, ഒരു മനഃശക്തി ഇല്ലാത്ത ഒരു ആളാണ് ഇത് കാണാൻ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് ആർത്ത് വിളിക്കുകയൊക്കെ ചെയ്യും. കാരണം അങ്ങനത്തെ ഒക്കെ വയലൻസ് ആണ് ഇതിലുള്ളത്. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കില്ലുമായി കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഈ സിനിമയ്ക്കില്ല. ഇതിൻ്റെ ഒരു വേറെ രീതി, അതിൻ്റെ വേറെ രീതി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണാൻ ശ്രമിക്കുക. കാരണം KGF ഒക്കെ ഇവിടെ വന്ന് ഇത്രയും കളക്ഷൻ നേടിയ ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലുള്ള സിനിമകൾ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുക. അതും നല്ല തിയേറ്ററിലുള്ള സൗണ്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന 4K സ്ക്രീനാണെന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടി ബെറ്ററാവും. അത്രയും സെറ്റപ്പുള്ള, അത്രയും മികച്ച രീതിയിലാണ് അനീഫ് അദേനി ഈ സിനിമ എടുത്തിട്ടുള്ളത്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒറ്റ ഷോട്ടിൽ, സിംഗിൾ ഷോട്ട് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പ് കയറിയിട്ടുള്ള ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. ഭയങ്കര രസമാകെ കണ്ടിരിക്കാൻ. ഞാൻ ഒരു ഹോളിവുഡ് ലെവലിലുള്ള ഒരു സിനിമ പോലെ, നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് ഒരു ഈ സിംഗിൾ ഷോട്ടുള്ള. പിന്നെ റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സിനിമ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് കൊറിയൻ സിനിമയാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ആ സിനിമയിലൊക്കെ ഫുള്ള് നോക്കിയിട്ടുള്ളത് ഈ സിംഗിൾ ഷോട്ടാണ്. അപ്പോൾ അതുപോലത്തെ ഒരു ഷോട്ടൊക്കെ ഇതിൽ മലയാളത്തിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല പണി എടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. നല്ല പണി എടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ഇതിൻ്റെ അണിയറ പ്രവർത്തകർ. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്കൊരു 150 രൂപ കൊടുത്ത് ഈ കണ്ട പൊട്ടന്മാരെ റിവ്യൂ ഒന്നും കേൾക്കാൻ നിൽക്കാതെ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണണം. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനി നിങ്ങൾക്ക് പൊട്ടനാക്കാം. കാരണം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളെ സിനിമേനെ തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് ആസ്വദിക്കണം ഈ സിനിമ. കാരണം നമ്മളെ മലയാളത്തിൽ അത്രയും അടിപൊളിയായിട്ട് ഈ സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ പേഴ്സണലി അഭിപ്രായം.